ഇതാരുടെ വീടാ? മൈ ഫ്രണ്ട് ഗൗതം. ഈ വീട് വാങ്ങിയിട്ട് അവൻ കാനഡയ്ക്ക് പോയി. ഞാൻ 3 ദിവസത്തേക്ക് ചോദിച്ചു, അവൻ 6 മാസത്തേക്ക് എടുത്തോളം പറഞ്ഞു. ആഹാ, ഫ്രീ ആയിട്ടാണോ? എന്നാൽ ഞാനും കൂടെ ഇവിടെ താമസിച്ചാലോ? ഇല്ല, ശരിയാവില്ല. ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. Please mama, let him stay here. I love this beard wala. Please mama, please. ഓക്കെ. Oh. താങ്ക് യു ലിറ്റിൽ മാൻ. Welcome old man. ഞാൻ പോയിട്ട് ബാഗ് എടുത്തിട്ട് വരാം. Bye. Okay, let's get you ready for school. Come on. No school. No, you have to go to school. Get up. No. ഇവർ ഇവിടെ വരുന്നതിന് മുൻപ്, ഈ വീട് പൊട്ടിമുളയ്ക്കുന്നതിന് മുൻപ്, പാടവും വയൽവരമ്പുകളും ഉണ്ടായിരുന്ന ആ കാലം തൊട്ട് ഈ പ്രാവ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. താൻ ജീവിച്ച പാടവും വയൽവരമ്പുകളും കാണുന്നില്ല എന്ന് പറയുവാനായി തൻ്റെ ഇണയെ തേടി പറന്നു ആ വെള്ളരിപ്രാവ്. ഹായ്. ഹായ്. സ്യൂട്ട് കേസ് എടുത്തോ? താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. ഐ മെയ്ഡ് സം ടീ. ഫൈൻ. അല്ല, ഏഡ്രൻ അവിടെ പോയി? അവൻ സ്കൂളിൽ പോയി. ഓ, ഒരു കാര്യം പറയാനുണ്ട്. പറ. ഐ എം ഇൻ ലവ് വിത്ത് യു. വാട്ട്? ഐ സെഡ് ഐ എം ഇൻ ലവ് വിത്ത് യു. ഇതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങണം. അതിന് മാത്രം ഞാനിപ്പോൾ എന്ത് തെറ്റാ പറഞ്ഞത്? ഞാൻ ജീവിക്കുന്ന തന്നെ എൻ്റെ മോന് വേണ്ടിയിട്ടാ. പിന്നെ എന്തിനാ നീ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തേ? നിന്നെ കാണും മുമ്പ് എൻ്റെ ആക്റ്റീവ് എടുത്ത് ഇതൊക്കെ പറഞ്ഞിരുന്നെ. നിന്നെ കണ്ടപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം ഞാനും ആ സ്കൂട്ടർ ഒരുപോലെയാണെന്നാണോ? ഇല്ല, നീ ആക്റ്റീവ് വയ്ക്കും താഴെ. ഓക്കെ? നീ പോയില്ലേ? അവിടെ പോയിരിക്കും, ഞാൻ വരാം. ഞാനിവിടെ വന്നത് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ താൻ പറഞ്ഞാൽ മതി, ഞാനങ്ങ് പോയേക്കാം. നീ എന്താ ഇത്ര ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്യുന്നേ? പക്ഷെ ഞാൻ പറഞ്ഞതിലൊരു മാറ്റമില്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞത്. പക്ഷെ തനിക്കും കൂടി ഇഷ്ടമായില്ലേ കാര്യമുള്ളൂ. ആ, നോക്കട്ടെ. വലി മാത്രമല്ല, കുടിയുണ്ടല്ലേ? അതിനെന്താ? എടോ, താൻ കുട്ടിയുടെ അമ്മയല്ലേ? അതുകൊണ്ട് നീയും അമ്മയുടെ മോനല്ലേ? ഞാൻ പക്ഷെ കുടിച്ചിട്ടില്ല. എൻ്റെ ഫ്യൂച്ചർ ശരിയല്ല. പ്രപ്പോസ് ചെയ്ത പെണ്ണിനാണെങ്കിൽ എന്നെ ഒട്ട് പിടിച്ചതുമില്ല. എൻ്റെ കാര്യം കഷ്ടം തന്നെ. പാസ്റ്റ് ശരിയല്ല. എന്നെ പ്രപ്പോസ് ചെയ്ത പലരെയും എനിക്ക് പിടിച്ചിട്ടില്ല. വിൽ ബി ഫ്രണ്ട്സ്? യാ. എന്നെപ്പറ്റി നിനക്കൊന്നും അറിയില്ല. യു ഡോണ്ട് ഈവൻ നോ ഐ സ്മോക്ക്. ചിലപ്പോൾ ആ പെണ്ണിനെ പോലെ ഞാനും നിന്നെ ചതിച്ചാലോ? കൊന്നുകളയും. കൊല്ലണ കാര്യമെല്ലാം പിന്നെ നോക്കാം. ആദ്യം നീ താടി എടുത്ത് കള. ഒരു പെണ്ണ് ഒരു ചെറുക്കനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടും. തൊട്ടടുത്ത ദിവസം തന്നെ അവളെ ഓഫീസിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. ഓക്കേ, ബൈ.
വൈകിട്ട് പെർഫെക്റ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്യും. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇനിയും ശുദ്ധമായി മലയാളീകരിച്ചിട്ടില്ലാത്ത പദങ്ങളായ പാക്കിംഗ്, ബോഡി ഗാർഡിംഗ്, ഷോപ്പിംഗ് തുടങ്ങിയ പല ഇങ്ങുകൾ പഠിച്ചു തുടങ്ങും. അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ അതിന് പ്രതിഫലമായി ഇടയ്ക്ക് ഓരോ ഉടുപ്പുകളും കിട്ടും. എന്താ? പാവം, ഇന്ന് ആ ഭാഗ്യവും ഇല്ലാതായി. കണ്ണാടി മേശയ്ക്ക് മുമ്പിൽ മുഖത്തോട് മുഖം നോക്കി ഇരുന്നു കൊണ്ട് വാരി വരച്ച് സ്വപ്നം കാണും. എനിക്ക് IBC കമ്പനിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക്. അതൊന്നും വേണ്ട. BPO ജോലി. ഞാനിപ്പോൾ ജോലിക്ക് പോവല്ലേ. MBA കറസ്പോണ്ടൻസി. നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പഴത്തിൻ്റെ ചാറ് പതിയെ നുകരുമ്പോഴും അവളുടെ കൈവിരലിൻ്റെ ശൃംഗാരഭാവങ്ങൾ അവൾ അറിയാതെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സേറ നാളെ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. 2 o'clock. പോണമെന്ന് നിർബന്ധമാണോ? ശരി, ഞാൻ പോകുന്നില്ല. ഓക്കെ. ഓക്കെ. ഇപ്പം എങ്ങോട്ടേക്ക് പോകുന്നേ? ടോയ്ലറ്റിൽ പോണം. എന്താ പോണ്ടേ? എന്നാ പോയിട്ടോ. പിന്നീട് ഒരു പൗർണമി ദിവസം ഇരുവരും കെട്ടിപ്പിടിച്ച് ഉമ്മകൾ അന്യോന്യം പകർന്നു കൊടുക്കും. പിന്നീടൊരു പൗർണമിക്ക് കിടപ്പറ വാതിൽക്കൽ കൊഞ്ചിക്കൊഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് അകത്ത് കയറി വാതിൽ ചാരി കിടന്നുറങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം യുവകോമളനായ കാമുകൻ അവളോട് ചോദിക്കും, ഈ ഫേസ്ബുക്കിൽ എങ്ങനെയാ നിനക്ക് 2748 ഫ്രണ്ട്സ് ആയത്? അല്ല, എനിക്കൊക്കെ ആകെ 10-15 ഫ്രണ്ട്സേ ഉള്ളേ. നിനക്ക് കൂട്ടുകാരില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? ഇതാരേ ഈ അരുൺ കെ വിശ്വ? ആ, എനിക്കറിയില്ല. ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരിക്കും. നിന്റെ ഫോട്ടോയ്ക്ക് നല്ല ഗോർജിയസ് ആയിട്ടുണ്ടെന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ആരാണെന്ന് പോലും അറിയാത്തൊരുത്തൻ. നീ സുന്ദരനാണെന്ന് ആരെങ്കിലും പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ? സോ യു ലൈക്ക് ഇറ്റ്? യാ, ഓഫ് കോഴ്സ് ഐ ലൈക്ക് ഇറ്റ്. ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവാം. സ്കേർട്ട് ആ, സ്കേറ്റ്. ഇതിങ്ങനെ ഇത്രയും ഷോർട്ടാക്കാതെ ആ മുട്ടിന് കുറച്ചുകൂടെ താഴെയുള്ളവർ വാങ്ങിച്ചിട്ടൂടെ? ആ, അതല്ല, മറ്റുള്ളവർ നോക്കുമ്പോൾ അവരുടെ നോട്ടം എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയില്ലല്ലോ. നിനക്കങ്ങനെ തോന്നിയോ? ഇല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മറ്റുള്ളവർ അനാവശ്യമായിട്ട് നോക്കുമല്ലോ എന്ന് പറഞ്ഞ്. എന്റെ സ്കേർട്ടിനെ പറ്റിയൊന്നും പറയണ്ട. എങ്ങനെ വസ്ത്രധാരണം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടോ, നീ അതൊന്നും ഞാൻ ആലോചിച്ച് ദേഷ്യപ്പെടില്ലേ? ബുദ്ധിമുട്ടണ്ട. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് ഹാപ്പി ബർത്ത്ഡേ ആൽത്തിയ. എടോ, ഇന്ന് ഓഫീസിൽ പോകുന്നില്ലല്ലോ അല്ലേ? തുടങ്ങിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ ഹാഡ് ടു ഗോ ടു വർക്ക്. നോ, യു ആർ സ്പെൻഡിങ് ദ ഡേ വിത്ത് മീ. പറ. എന്തു പറയാൻ? എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിൽ വെച്ചല്ലേ പറയുള്ളൂ. പറയാൻ വേണ്ടിയല്ലേ വന്നിരിക്കണേ. പറ. അത് വേറൊന്നുമല്ല. ഫേസ്ബുക്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയുടെ പിക്സെല്ലാം കണ്ടു. അപ്പോൾ ഓഫീസിൽ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് തന്നെ ഹഗ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഒരുപാട് പേര് ഗിഫ്റ്റൊക്കെ വാങ്ങിത്തരുന്നത് കണ്ടു. അതാ ഈ വർഷം തന്നെ എൻ്റെ കൂടെ. ഇതിനാണോ ലീവ് എടുക്കെന്ന് പറഞ്ഞത്? നോക്ക്, നിനക്ക് ഫേസ്ബുക്ക് പാസ്വേഡ് വന്നത് അതിനകത്ത് ഒരു ചെകയാൻ വേണ്ടിയല്ല. കഷ്ടം. അയ്യോ, അത് അങ്ങനെയൊന്നുമല്ല. സോറി. ഇറ്റ്സ് ഓക്കെ. സോറി ആൽത്തിയ. ഇറ്റ്സ് ഫൈൻ. ജസ്റ്റ് ലിവ് ഇറ്റ്. ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. ഇറ്റ്സ് ഓക്കെ. പിന്നീട് ഹായ്. അവനെവിടെ? അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവനോട് കൊണ്ടാക്കി. ആൽത്തിയ, എന്താ, പാർട്ടിയൊക്കെ കഴിഞ്ഞോ? ആൽത്തിയ. ഇത് അവിടെ തന്നെ ആര് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ പുറകിൽ. എന്റെ ബോസാ. ഓ, ബോസാണ്. എന്നാ പോയിട്ട് 2 minutes. പോയിട്ടു.
ഹേയ്, ഏതിനെ പോലെ തന്നെ റോഡിൽ വെച്ച് ഗിഫ്റ്റ് കഴിച്ച് നോക്കുകയാണോ കൊച്ചു കുട്ടികളെ പോലെ? അതെ അതെ, ഞാൻ ഒരു മണ്ടനായതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അവസ്ഥയൊക്കെ വന്നത്. എന്താ ഇത്? ഇതിലെന്താ എഴുതിയിരിക്കുന്നു നോക്കി. ഹോപ്പ് ദിസ് ഫിറ്റ്സ് യു. അതിന് ഇതിൻ്റെ അർത്ഥം എന്താ? എന്താണെന്ന് നിനക്കറിയില്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. പ്ലീസ് എൻ്റെ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒന്നും പെരുമാറാതെ. ആദ്യം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറ. നിനക്ക് ചേരുമോന്നും ചോദിക്കണേ, മതിയോ? ഓ, അവനെങ്ങനെ അറിയാം? പ്രഭു പ്ലീസ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അത് സ്പോയിൽ ചെയ്യരുത്. അവൻ എങ്ങനെ ഇതറിയാം? പ്രഭു, ഇത് റോഡാണ്, ഇങ്ങനെയൊന്നും പെരുമാറരുത്. ആൽത്തിയ, അവൻ എങ്ങനെ ഈ കാര്യം അറിയാം? അവൻ്റെ അടുത്ത് പോയി ചോദിക്കാം, അവൻ ഓഫീസിലുണ്ട്. ഓ, ആ റോബിൻസ് എന്ന് പറഞ്ഞവനല്ലേ? അവനെങ്കിൽ വിളിക്ക്, ഞാൻ ചോദിക്കാം. വണ്ടി എടുക്ക്. അവൻ മുകളിൽ ഓഫീസിലല്ലേ ഇരിക്കുന്നത്? നീ പോയി ചോദിക്കണോ അതാ ഞാൻ വന്ന് ചോദിക്കണോ? ആൽത്തിയ, 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 ആൽത്തിയ നിക്ക്. ആൽത്തിയ, ആൽത്തിയ ഒന്ന് നിന്നേ. ആദ്യം പറയുന്നൊന്ന് കേക്ക് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്ന് വണ്ടിയിലോട്ട് കയറുന്നേ, വാ. സത്യമായിട്ട് ഞാൻ അതേപ്പറ്റി ഒന്നും ചോദിക്കില്ല, നീ ധൈര്യമായിട്ട് വന്ന് കയറും. പ്രോമിസ്? സത്യമായിട്ട് ഞാൻ ചോദിക്കില്ല, വാ കയറും. എന്നാ പോവാം. പോ. ആട്ടെ, നിന്റെ ബോയ് ഫ്രണ്ട് എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ എന്നാ പറഞ്ഞ. ഓ, അത് നടു റോഡിൽ കെട്ടിപ്പിടിച്ചെന്നെ പറയണോ അല്ലേ? ദേ ഇങ്ങോട്ട് നോക്കി, ഞാനൊരു മണ്ടനൊന്നുമല്ല നീ പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാം. ശരി, കോർപ്പറേറ്റ് ലൈഫിൽ ഹഗ്സ് ഒക്കെ കൊടുക്കുന്നത് സാധാരണയാണ്, എനിക്കതൊക്കെ മനസ്സിലാവും. ശരി, പൊസസീവ് ആണെന്നിരിക്കട്ടെ, അത് മനസ്സിലാക്കാം. പക്ഷെ അവനെ അങ്ങനെ എഴുതിയിരിക്കുന്നുണ്ടോ? അങ്ങ് എഴുതിയിരിക്കുന്നുണ്ടോ? എന്തിനാ അവനങ്ങനെ എഴുതുന്നേ? അതിന്റെ അർത്ഥം സിഗ്നൽ എന്താ? വേണം, നീ ഇപ്പൊ വണ്ടി എടുക്ക്. സിഗ്നലായി പോയി. ദേവി തന്നെ ക്ഷമയെ പരീക്ഷിക്കില്ല, എന്തെങ്കിലും വാ പറ. അങ്ങനെയൊക്കെ എഴുതാൻ മാത്രം അവനെവിടുന്നാ ധൈര്യം കിട്ടിയത്? നീ അവനും അത്രയ്ക്ക് ക്ലോസ് ആണോ? എന്തെങ്കിലും ഒന്ന് പറ. അവനെങ്ങനെ നിന്റെ സൈസൊക്കെ കറക്റ്റായിട്ട് അറിയുന്നേ? എന്തെങ്കിലും ഒന്ന് പറയടി. പറയടി, അവനെങ്ങനെ സൈസ് അറിയുന്നേ? ഹൗ ടു സീ നോ? പറ. എപ്പോ നോക്കിയാലും എന്തെങ്കിലും മുട്ടിന്യായങ്ങളും വാദങ്ങളും പറഞ്ഞ് നീ എന്റെ വായ അടപ്പിച്ചോണ്ടേ. അവൻ എങ്ങനെ നിന്റെ സൈസ് അറിയാം? പറയടി. അവൻ എങ്ങനെ നിന്റെ സൈസ് അറിയാം? നിന്റെ സൈസ് നീ പറയടി. പോടി.